ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വന്നത് ലവ് അലാറത്തിന്റെ ഫൈനൽ എപ്പിസോഡാണ്. ഈ ലവ് അലാറ മാപ്പ് ഉണ്ടാകാൻ തന്നെ കാരണം തന്നെ നമ്മുടെ ഗു ആണ്. അങ്ങനെ അവനിപ്പോ സൂസൈഡിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ ജീവിതം ജീവിക്കുക. അതുകൊണ്ട് അവൻ ജോജോയുടെ മെസ്സേജ് കണ്ടിട്ട് അവൾക്ക് ലവ് അലാറം അടുപ്പിക്കാനുള്ള ചാൻസ് കൊടുത്ത്. എന്നിട്ട് ഇവർ സുൻഹോയും കുറെ ഓഡിഷനൊക്കെ പോകുമ്പോഴാണ് ഇവന്റെ ഡ്രൈവറാണ് ഇവൻ ചോദിച്ചിട്ട ഈ ഓഡിഷനൊക്കെ ഒപ്പിച്ചെന്ന് പറഞ്ഞ് ഇവൻ ഇത് പാസ്സായും ചോദിക്കും. അപ്പോഴാണ് അവനും നാളെ ഇവർ വരാൻ പറഞ്ഞെന്നറിഞ്ഞ് ഇവനെ സെലക്ട് ചെയ്ത കാര്യം പറയുമ്പോൾ അത് കേട്ട് അയാൾ സന്തോഷത്തി ആദ്യമായിട്ടാണ് ഒരു കാര്യം സക്സസ് ആണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഹെയിങ്ങും വർക്കിലൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാതെ ഇവൻ ഫോഴ്സ് ചെയ്ത് അവളുടെ ലവ് അലാറം അടുപ്പിച്ച പോലെ അവൻ ഫീൽ ചെയ്തോണ്ടിരിക്കും. അതേസമയം അവളാണ് ക്ലാസ്സിനൊന്നും പോകാതെ അവന്റെ കമ്പനിയുടെ പുറത്ത് തന്നെ നിന്ന് അവനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവൾ ആ മഴയത്ത് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവളെല്ലാം ആലോചിച്ച് വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളെ ഫോളോ ചെയ്ത് അവനാണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളും ഒറ്റയ്ക്കുള്ളതെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് അവളാണ് ഇവനെ കണ്ട് പേടിച്ചിട്ട് പുറമോട്ട് മാറി നിൽക്കുമ്പോൾ അവനാണ് വീണ്ടും വീണ്ടും ഇവളുടെ അടുത്തേക്ക് വരാൻ നോക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നത്. കാരണം ഇവൻ കുറെ പേരെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്ത ഉടനെ ഇത് കണ്ട് അവളും മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി ഇവളെ നോക്കി പറയും ഇവളുടെ ഇൻസ്റ്റ അക്കൗണ്ട് കണ്ടിട്ട അവൻ ഈ കൊലപാതകമൊക്കെ ചെയ്തേന്ന്. അതുകൊണ്ട് നീ എന്റെ കൂടെ ഒറ്റപ്പെട്ട അവസ്ഥയിലല്ലേ ഉള്ളേന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് സംസാരിക്കുമ്പം ഇവളത് കേട്ട് ഒന്നും പറയാതെ തിരിച്ച് വീട്ടിലേ ചെല്ലും. അതേസമയം ഇവൻ പറഞ്ഞു വെച്ച് ഇപ്പൊ ന്യൂസ് മൊത്തത്തിൽ ഇവളുടെ ഇൻസ്റ്റ കണ്ടിട്ട അവൻ കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞ് മൊത്തത്തിൽ ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതറിഞ്ഞ് ഹെയ്യങ്ങാണ് അവളെ കാണാൻ വേണ്ടി വീട് വരെ വന്നാലും അവൻ അകത്തേ കയറത്തില്ല. ഇതേ സമയം അവളിപ്പോ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള. അതിനുശേഷം അടുത്ത ദിവസം കുറെ ആൾക്കാർ ഇവളുടെ നമ്പർ കണ്ടുപിടിച്ച് ഇവള് കാരണം കൊലപാതകം നടന്നെന്ന് പറയുമ്പോൾ ഇവളുടെ കസിന് ദേഷ്യത്തി അവള് കുത്തിക്കൊന്ന നീ കണ്ടോടാന്ന് പറഞ്ഞ് ജോജോ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ജോജോയാണ് ഇവളുടെ ഫോം വാങ്ങിച്ചിട്ട് അവള് പോലീസിനോട് സംസാരിച്ചോളാന്ന് പറഞ്ഞ് ഇവളിപ്പോ നേരിട്ട് അവിടേക്ക് ചെല്ലും. കാരണം പോലീസിന് സംശയമുണ്ട് ഇനി ഇവൾക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ടോന്ന്. അതുകൊണ്ട് ഇവളുടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുമ്പോൾ അവളെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തത് ഒറ്റയ്ക്കായതുകൊണ്ട് ആരെയും കൊല്ലാനുള്ള ഉദ്ദേശത്തിലൊന്നല്ല, അവളുടെ ഫീലിങ്സ് തുറന്നറിയാൻ വേണ്ടിയാ അവളെ ഇൻസ്റ്റാ കൊണ്ട് റെഡിയാക്കിയെന്ന് അറിയും. അതുകൊണ്ട് പോലീസും ഇവളുടെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് പുറത്തേക്ക് അയക്കുമ്പോൾ അവള് ഹെയിനെ കുറിച്ച് ആലോചിച്ച് അവനെ വിളിക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവള് വീട്ടിലേക്ക് ചെന്നിട്ട് ഇവളെ കുറിച്ച് എല്ലാ സത്യങ്ങളും അവളുടെ അക്കൗണ്ടിനകത്ത് പോസ്റ്റ് ചെയ്യും. അതായത് കൊച്ചിലെ തന്നെ ഇവളുടെ അച്ഛനമ്മ ഇവളെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി നോക്കിയതാ. അങ്ങനെ ആ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ഇരുന്ന് ഇവളെങ്ങനെയോ രക്ഷപ്പെട്ടെന്ന്. അങ്ങനെ ആ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പേജാന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ ധൈര്യത്തോടെ അവളുടെ അച്ഛനമ്മയും മരിച്ച ആ ജെജു ഐലൻഡിൽ പോകാൻ തീരുമാനിക്കും. കാരണം കൊച്ചിൽ അവൾ അവിടെ നിന്ന് പേടിച്ചോടി വന്നത് ഇതുവരെ മറന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ അവിടെ നടക്കുന്ന മാരത്തോണിൽ പങ്കെടുത്ത് അവളുടെ പേടി ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ അവൾ അവിടെ പോകുന്ന മുമ്പ് സുൻഹയോട് സംസാരിക്കണം എന്നറിഞ്ഞ് അവനെ നേരിട്ട് വിളിക്കുമ്പോഴാണ് ഇതേ സമയം ഗു ആണ് ഹെയ്യിങ്ങിനെ മെസ്സേജ് അയച്ച് അവനെ നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ജോജെ നേരിട്ട് കാണുന്ന സുൻഹയാണ് ഇവളുടെ അക്കൗണ്ടിൽ ഇരിക്കുന്നതെല്ലാം വായിച്ചു നോക്കിയിട്ട് അവന് മനസ്സിലാവും ഇവള് കൊച്ചിലെ തൊട്ട് എത്ര കഷ്ടപ്പെടാറുണ്ടെന്ന്. അതുകൊണ്ട് ഇവരുണ്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അതേസമയം അവനും ആ ഷീൽഡ് ഓൺ ആക്കിയത് ഇവൾക്ക് ഇപ്പോഴും വിഷമമുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ആ ഷീൽഡ് ഓൺ ആക്കിയതിനെ കുറിച്ച് അവൾ ഓരോ ദിവസം വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ചാൻസ് കിട്ടുവാണെങ്കിലും അവൾ പഴയതുപോലെ ആ സമയത്ത് ഈ ഷീൽഡ് ഓൺ ആക്കി ഇട്ടേനെന്നറിയും. കാരണം അതുകൊണ്ടാ ഇവൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായെന്നറിഞ്ഞ് ഇവനോട് ഇതിനെ കുറിച്ചൊന്നും പറയാത്തതിന് സോറി പറയും. അപ്പോഴാണ് അവനും നമ്മളൊരാളെ സ്നേഹിക്കുവാണ് അതിന് മറ്റൊരാളോട് സോറി പറയേണ്ട ആവശ്യമില്ലെന്നറിഞ്ഞ് ഇവരുടെ ആ സ്കൂളിൽ പഠിക്കുന്ന ദിവസങ്ങളൊക്കെ ആലോചിച്ചോണ്ട് ഗുഡ് ബൈ പറഞ്ഞിപ്പോ പിരിയും. അതേസമയം ഇവിടെ ഗു ആണ് ഹെയിനെ വിളിച്ചോണ്ട് സംസാരിക്കുമ്പോഴാണ് അവന് ജോജ ഷീൽഡ് ഓൺ ആക്കിയതുകൊണ്ട് അവൾ ഇവനെ സ്നേഹിച്ചെന്നറിയും. അല്ലെങ്കിൽ ഒരിക്കലും അവൾ സുൻഹോയുടെ ലവലാറം അടുപ്പിക്കുന്നുണ്ട് ഇവനെ തിരിഞ്ഞോലെ നോക്കി കാണത്തില്ല. അങ്ങനെ സുൻഹോയ്ക്ക് വേണ്ടി അവൾ ഷീൽഡ് ഓൺ ആക്കിയാലും ഇവനെ സ്നേഹിക്കുന്നുണ്ട് അവൾ സ്പെയർ യൂസ് ചെയ്ത് ഇവന്റെ ലവലാറം അടുപ്പിച്ചെന്നറിയും. അതിനർത്ഥം അവൾക്ക് ഇവൻ അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എങ്കിൽ പിന്നെ ഇതിനർത്ഥം അവൾക്ക് നിന്നോട് ഇഷ്ടമില്ലെന്നാണെന്ന് പറഞ്ഞ് അവനിപ്പോ ഹെയിങ്ങിനെ ചോദ്യം ചെയ്യുമ്പോൾ അവന് ഉത്തരം പറയാതിരിക്കും. അതിനുശേഷം ഗു പറഞ്ഞേക്ക് ആലോചിച്ചിട്ട് അവൾക്ക് സത്യത്തിൽ ഇവനോട് സിൻസിയർ ആയിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കി ഇപ്പൊ അവൾക്ക് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോഴാണ് അവളാണ് അവൾ ജെജു ഐലൻഡ് മാരത്തോന് പോകാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഇവള് പറയുന്നൊക്കെ അവൻ കേൾക്കാവും ചോദിക്കും. അങ്ങനെ അതിനുശേഷം ജോജോയും മാരത്തോണിൽ പങ്കെടുത്ത് അവൾ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കാണ് ആ പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരും. അതായത് കൊച്ചിലെ ഇവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടോണ്ട് ഇവൾ അവളെ തന്നെ സമാനപ്പെടുത്തി ധൈര്യത്തോടെ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് ഫിനിഷിംഗ് പോയിന്റ് എത്തിയ ഉടനെ അവിടേക്ക് ഹെയ്യുങ് നിൽക്കുന്ന കാണും. അങ്ങനെ ഇത് കണ്ട് അവളാണ് സന്തോഷത്തിൽ മൊത്തം ഷോക്കായി പോകുമ്പോൾ പെട്ടെന്ന് അവന് നടന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന ഉടനെ അവൾ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്യും. അങ്ങനെ അതോടെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്ന്. അതിനുശേഷം അവൾ അവനെ വിളിച്ചോണ്ടുപോയി ഇവൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അവനോട് ഷെയർ ചെയ്യും. അതിനുശേഷം ഇവിടെ ലവ് അലാറം കാരണം കുറെ കൊലപാതകം നടക്കുന്നുണ്ട്. എല്ലാരും ഗുവിന്റെ ചേട്ടനെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതിനൊന്നും ഉത്തരം പറയാതെ അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അതേസമയം ഗു ആണ് ഇപ്പൊ ഇവന്റെ സീറ്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഗുവിനോട് ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ഗുവും ലവ് അലാറം 2.0 ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ 5 വർഷം മുമ്പേ ഈ ലവ് അലാറം 2.0 ഇറക്കിയ ഇത്രയ്ക്കും പ്രശ്നം വരും അറിഞ്ഞിട്ടല്ലേ ഞാൻ അന്നേ നിന്നോട് ഇത് റിലീസ് ചെയ്യണമെന്ന് അറിഞ്ഞെന്ന് ഇപ്പൊ ഗുവന്റെ ചേട്ടനെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് കേട്ട് അവനും
ലവ് അലാറം മാപ്പ് കാരണം കുറെ പേര് സൂസൈഡ് ചെയ്ത് മരിച്ചെന്നും ഇവൻ അറിഞ്ഞില്ലെന്ന് ചോദിക്കും. അങ്ങനെ ലവ് അലാറം 2.0 ആ സൂസൈഡിന് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഈ ലോകത്തുണ്ടെന്ന് ആ 2.0 വഴി കാണിക്കും. അതുകൊണ്ട് അതല്ല എല്ലാവർക്കും വേണ്ടെന്ന് പറഞ്ഞ് അവന്റെ ചേട്ടനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗുവും ഓ നീ അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഇപ്പൊ ലവ് അലാറം 2.0 കാരണം മനുഷ്യരെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സ്നേഹിക്കാതെ ഈ ആപ്പിൽ കാണിക്കുന്ന റെക്കമെൻഡേഷൻ വഴിയാണ് സ്നേഹിക്കുന്നത്. ഒരേശെ നമ്മുടെ ആപ്ലിക്കേഷന് വല്ല എറർ ഉണ്ടെങ്കിലോ അവരുടെ ജീവിതം മൊത്തത്തിൽ വേസ്റ്റ് ആയി പോകത്തില്ല. എക്സാമ്പിളിന് ജോജോ തന്നെ പറയാം. അതുകൊണ്ട് ഈ ലവ് അലാറം 2.1 കളഞ്ഞിട്ട് ലവ് അലാറത്തിന്റെ ബോസായിട്ട് നീ തന്നെ ഇരുന്നു എന്നിനെ ഗൂവും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ ജോജോയുടെ കസിന് ഭയങ്കര സന്തോഷത്തിൽ ലവ് അലാറം ക്ലബിലേക്ക് എൻട്രി ആകും. കാരണം ഇവളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് ഗൂ തന്ന ആപ്ലിക്കേഷൻ വഴി കാണിക്കാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് അവൾ അകത്തേക്ക് എറിച്ചെന്ന് അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ആഗ്രഹം ലവ് അലാറത്തിന്റെ ബോസിനെ എങ്ങനെയൊക്കെ സെറ്റ് ആക്കണമെന്ന്. അങ്ങനെ ഇവൾ ഉദ്ദേശിച്ചേക്കുന്ന ഗൂവിന്റെ ചേട്ടനെയാ. അപ്പരാണ് അവിടേക്ക് ഗൂ വന്ന് നിൽക്കുന്നുണ്ട്. ഇവളും നീ എങ്ങനെയാടാ ഇവിടെ കയറിയെന്ന് പറഞ്ഞ് അവനെ നോക്കി ഷോക്കാകും. അപ്പരാണ് അവനും ഞാനാ നിനക്ക് ആ ടാസ്ക് എന്ന് ഇവിടെ കയറാനുള്ള ചാൻസ് എന്ന് പറയുമ്പം ഇത് കേട്ട് അവൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ അപ്പൊ നീയാണോ സത്യത്തിൽ ഈ ലവ് അലാറം മാപ്പ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവള് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അപ്പരാണ് അവൻ അവളെ കണ്ട് സന്തോഷത്തി സോറി ഗുൾമി, എനിക്ക് ബോധം വന്നിട്ട് കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും എന്റെ ലവ് അലാറം നിന്റെ ഫോണിൽ അടിക്കുന്നുണ്ട്, അതിന് സോറി. ഏതിന് അവനും പറയുമ്പോഴാണ് ഇവളാണ് മൊത്തം ഞെട്ടിപ്പോയി. അപ്പൊ എനിക്ക് വേണ്ടിയാണോ ഇവ ലവ് അലാറം റെഡിയാക്കിയെന്ന് പറഞ്ഞ് അവള് മൊത്തം സന്തോഷത്തിരിക്കും. അപ്പരാണ് അവനും ഇപ്പോഴും നീ എന്നെ വെറുക്കുന്നുണ്ടോന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവളും പെട്ടെന്ന് ഞാനും നിന്നെ അത്രയ്ക്ക് വെറുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവനോട് പറയും. അപ്പരാണ് ഇവന്റെ ഫോണിൽ സൗണ്ട് കേൾക്കുന്നത്. കാരണം ഇവൻ ഒരു പുതിയ ആപ്പ് റെഡി ആക്കിയിട്ടുണ്ട്, മനുഷ്യര് കള്ളം പറയാണോ സത്യം പറയാനോ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ഇവള് പറഞ്ഞ കള്ളമാണ് അത് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അവനും ആപ്പ് നല്ലോണം വർക്കാവുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവളായിട്ട് കളിയാക്കുമ്പം അവളും നീ എന്നെ ടെസ്റ്റ് ചെയ്താണോടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനോടങ്ങ് ദേഷ്യപ്പെടും. അങ്ങനെ എന്തായാലും നീ എന്നോട് വാക്കുകൊടുത്ത പോലെ എന്നെ ലവ് അലാറത്തിന്റെ ക്യൂനാക്കി മാറ്റണം എന്ന് പറഞ്ഞ് ഇവനോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവള് വീട്ടിൽ വന്നിട്ട് ഇവളുടെ ലൈവ് ഓൺ ആക്കുമ്പോഴാണ് കുറെ പേര് ഇവൾക്ക് മെസ്സേജ് അയച്ച് ഇവളാണ് സത്യത്തിൽ ലവ് അലാറിന്റെ ക്യൂനെന്ന് പറഞ്ഞ് കുറെ പേര് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് ലവ് അലാറത്തിന്റെ ക്യൂനോ, ഇവരെന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടോൾക്ക് എടുക്കുന്നത്, ഇനി പക്ഷെ ആ ഗു പറഞ്ഞ വാക്ക് പാലിച്ചോ എന്നിന് ഇവള് ന്യൂസൊക്കെ തപ്പി നോക്കുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന ഗു ഒഫീഷ്യലായിട്ട് ഇവളാ ലവ് അലാറത്തിന്റെ ക്യൂൻ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തേക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവൻ എന്റെ വേറെ നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവളെ ലൈവിൽ കുറച്ച് ഗമയൊക്കെ ഇട്ട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹെയ്യങ്ങും സുൻഹോയും അവന്മാരിപ്പോ നേരിട്ടുണ്ട് സംസാരിക്കുമ്പോഴാണ് ഹെയ്യങ്ങും ഇവനെ പോലെ സ്റ്റാർ ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിരിക്കാൻ ചോദിക്കും. അപ്പനാണ് ഇതോടെ സുൻഹയാണ് ഓ നീ എന്നെ പഴയതുപോലെയൊന്നും വലുതായിട്ട് കെയർ ഒന്നും ചെയ്യണ്ട, എന്നെ നോക്കിക്കോളാൻ എനിക്കറിയാം. അവനും കുറച്ച് വിഷമിച്ച് പറയുമ്പോഴാണ് ഇത് കേട്ട് ഹെയ്യങ്ങും എങ്കിൽ പിന്നെ നിന്നെ കൊണ്ട് വിഷമം താങ്ങാൻ പറ്റുന്നില്ല, നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് തന്നെ കാണാന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പ്രോമിസ് ചെയ്യും. അതേസമയം സുൻഹോയുടെ ഗേൾഫ്രണ്ടും അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴാണ് സുൻഹോയുടെ ന്യൂസൊക്കെ കണ്ടിട്ട് ഇവൾ അവനോർത്ത് ഇപ്പോഴും ഫീൽ ചെയ്തോണ്ടിരിക്കും. കാരണം അവന്റെ മനസ്സ് മാറിയല്ലോ എന്ന് ഇവൾക്കറിയത്തില്ല. അതുകൊണ്ട് അവളും വീട്ടിലേക്ക് വന്ന് ഇതുവരെ ഇവളുടെ വീട്ടിൽ ആരൊക്കെ വന്നതെന്ന് പറഞ്ഞ് അവിടുത്തെ റെക്കോർഡിംഗ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ 2 ദിവസം കുറച്ച് സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നാണ്. അങ്ങനെ അതിനുശേഷം സൗണ്ട് ഒന്നും കേൾക്കാതെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കാണെങ്കിൽ സംശയം വന്നിട്ട് അവൾ ആ ക്യാമറയിൽ ചെന്ന് നോക്കും. അപ്പോഴാണ് ഓരോ ദിവസം വിട്ട് സുൻഹ ആയിരിക്കും ഇവളെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നത്. അങ്ങനെ കുറെ സമയം ഇവളുടെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവൻ പോകുന്നത്. അപ്പോഴാണ് ഇന്നലെ വന്ന റെക്കോർഡിങ് കാണുന്നത്. അങ്ങനെ 1 മാസമായിട്ടും ഇതുവരെ നീ വീട്ടിൽ വന്നില്ലെന്ന് പറഞ്ഞ് അവന് സംസാരിച്ചോണ്ട് അവിടെ നിന്ന് പോയി കാണും. അങ്ങനെ ഇത് കണ്ട് അവളാണ് മൊത്തത്തിൽ ഇമോഷണലായി അപ്പൊ സത്യത്തിൽ സുൻഹോനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇപ്പൊ ലൈവായിട്ട് സുൻഹോ ഇവളുടെ വീടിന്റെ പുറത്ത് വന്നിട്ട് ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവളും കരഞ്ഞോണ്ട് അപ്പൊ തന്നെ ഡോർ തുറന്ന് അവള് പുറത്തേക്ക് ചെന്ന് അവനെ അന്വേഷിക്കും. അപ്പോഴാണ് അവനും ഇവളെ കണ്ട് അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോഴും അവളുടെ ലവ് അലാറം മാത്രമേ അടിക്കത്തുള്ളൂ. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഒരു ദിവസം എന്നും വന്ന് എന്നെ കാണുവാണ്, തീർച്ചയായിട്ടും ഒരു ദിവസം എന്റെ ലവ് അലാറം നിന്റെ ഫോണിൽ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ ദിവസം ഇത് തന്നെ ചെയ്യാന്ന് പറഞ്ഞ് അവന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇപ്പൊ ഇവളുടെ കൂടെ വന്നു തരും. അങ്ങനെ ലവ് അലാറം അടുപ്പിച്ചില്ലെങ്കിലും ഇവ രണ്ടും ഇപ്പൊ കപ്പിൾസ് ആയി. അതേസമയം ഇവിടെ ഹെയ്യങ്ങും ജോജയും കൂടെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഇവ രണ്ടും എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവളൊരു പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഈ പ്ലാനിനകത്ത് പരസ്പരം ഐ ലവ് യു പറയുന്നൊന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതും കൂടെ ആഡ് ചെയ്യാൻ പറയുമ്പം അവൾ ഇതിന്റെ ഷൈ ആയിട്ട് ഐ ലവ് യു പറഞ്ഞ് അവനെ കിസ് ചെയ്യും. അങ്ങനെ അതിനുശേഷം ഗു ആണ് ജോജോ ഒരു സ്ഥലത്തേക്ക് വിളിക്കുമ്പോഴാണ് അവൾ എന്തിനാ ഇവിടേക്ക് വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും സിനിമയിലൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തല്ലേ സംസാരിക്കത്തുള്ളെന്ന് പറഞ്ഞ് അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും സത്യത്തിൽ ഈ ലവ് അലാറം കാരണം ഇപ്പൊ മനുഷ്യരൊക്കെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഇപ്പൊ ഈ ആപ്പ് യൂസ് ചെയ്ത അവർക്ക് ഇഷ്ടമാണോ ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇവൾക്ക് ഹെയ്യിന് ഇഷ്ടമായിട്ടും എന്തുകൊണ്ടാ അവൾക്കത് ഉറപ്പില്ലാത്തതെന്ന് ചോദിക്കുമ്പം അവളും ലവ് അലാറം അടിക്കാത്തോണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനും നിന്റെ ലവ് അലാറം അവന്റെ ഫോണിൽ അടിക്കാത്തോണ്ടല്ലേ നിനക്ക് തന്നെ അവൻ ഇഷ്ടമാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്തെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യം ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനിപ്പോ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ആപ്പിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ
അങ്ങനെ മനുഷ്യർ മൊത്തത്തിൽ ഇത് വിശ്വസിക്കുന്ന അത് സേഫ് അല്ലെന്നറിഞ്ഞ് അവൻ അതൊക്കെ കളയാൻ തീരുമാനിച്ചേക്കുക. അപ്പോഴാണ് അവനും പോകുന്നതിന് മുമ്പേ ഇവൾക്കൊരു സീക്രറ്റ് പറഞ്ഞാരെന്നറിഞ്ഞ് ഇവൾക്ക് മുമ്പേ തന്നെ ഹേയിന് ഇഷ്ടമാണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവന്റെ മൊബൈൽ ചെക്ക് ചെയ്താൽ മതിയായിരുന്നു അറിയും. കാരണം അവന്റെ ഫോണിൽ അവനെ സ്നേഹിക്കുന്ന വ്യക്തി ഇരുന്ന് ഇവളുടെ പേര് മാഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇവൾക്ക് അവനോട് ഇഷ്ടമായെന്ന് അറിഞ്ഞ. അങ്ങനെ അതുകൊണ്ട് സുൻഹ അവളെ കിസ് ചെയ്തപ്പോൾ അവന്റെ ഫോണിൽ നിന്ന് ഇവളുടെ പേര് മാഞ്ഞുപോയ. അതിനർത്ഥം അവളുടെ സ്നേഹം പോയെന്നല്ല, അവൾ ആ സമയത്ത് ഹേയിനെ ആലോചിച്ച് അവനോട് ഇഷ്ടത്തിലായെന്ന് അറിഞ്ഞ. അങ്ങനെ അതിനുശേഷം അവനും ഇവൾക്കൊരു ഗിഫ്റ്റ് തന്നയിച്ച് അവളെ പറഞ്ഞയക്കുമ്പോഴാണ് അവൾ സന്തോഷത്തി അവൻ തന്നെ ഗിഫ്റ്റ് ആയിട്ട് ഹേയിനെ കാണാൻ വേണ്ടി ചെല്ലും. കാരണം ഇവളുടെ ഫോണിൽ ഷീൽഡ് ഇട്ടേക്കുന്നുണ്ട്, ഇവളുടെ ലവ് അലാറം അടുപ്പിച്ചെന്നും അവൾക്ക് കാണാനൊക്കത്തില്ല. പക്ഷെ അവനാണ് ഇതിനുമ്പ് ഇവളുടെ ലവ് അലാറം എപ്പോഴാണ് അടിച്ചത് അതൊക്കെ അവൻ റെക്കോർഡ് ചെയ്ത് ഇവളുടെ ഒരു ടേപ്പ് റെക്കോർഡായിട്ട് തന്നേക്കുക. അതുകൊണ്ട് അവൾ സന്തോഷത്തി ഇത് ഹെയിന്റെ കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കാൻ പറയുമ്പം അവൻ ഇത് പഴയ സാധനം പറഞ്ഞ് ഇവനെ ടേപ്പ് റെക്കോർഡ് ഇല്ലാതെ പെൻഡ്രൈവ് ഒന്നും ഇല്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പഴയ സാധനം ഒരിക്കലും മറക്കല്ലെന്ന് പറഞ്ഞ ഗൂയി തന്നേന്നറിഞ്ഞ് ഇവരണ്ടേരും അത് പ്ലേ ചെയ്ത് നോക്കുമ്പം ഇവന്റെ ആയിരിക്കുന്ന പ്ലെയറിനകത്താണ് അത് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് അവരണ്ടേരും എങ്കിൽ പിന്നെ നമുക്കിത് പിന്നെ വല്ലതും നോക്കാന്ന് പറഞ്ഞിട്ട് അവരണ്ടേരും അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവര് പോയതിനു ശേഷം ആ വീഡിയോ ആണ് പ്ലേ ആവുന്നത്. അങ്ങനെ അവസാനമായിട്ട് ജോജോയെ കാണാൻ വേണ്ടി അവൻ ജെജു ഐലാൻഡിലേക്ക് വന്നപ്പോഴും ഇവളുടെ ലവ് അലാറം അവന്റെ ഫോണിൽ അടിച്ചു കാണും. അതേപോലെ ഇതിനുമുമ്പ് അവൻ 10 പ്രാവശ്യം ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിപ്പിച്ചപ്പോഴും ആ സമയത്ത് ഇവളുടെ ലവ് അലാറം അവന്റെ ഫോണിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അതേപോലെ എല്ലാ സമയത്തും ഇവളുടെ ലവ് അലാറം അവന്റെ ഫോണിൽ അടിച്ചോണ്ടാണ് ഇരുന്നത്. അങ്ങനെ അന്ന് അവൾക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. അന്ന് അവനെ ഹഗ് ചെയ്ത് ഫേസിലേക്ക് കിസ് ചെയ്തപ്പോൾ ഇവളുടെ ലവ് അലാറം അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ അന്നും ഇവളുടെ ഫോണിൽ ലവ് അലാറം അടിച്ചായിരുന്നു. അങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ സീനോടെയാണ് നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞത് ഹാപ്പി എൻഡിങ്ങും അല്ല സാഡ് എൻഡിങ്ങും അല്ല. കാരണം ജോജയെ നല്ലോണം മനസ്സിലാക്കിയത് സുൻഹോയെക്കാളും ഹെയ്യും ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ അവസാനം ഒരുമിച്ച്. പിന്നെ സുൻഹോയെ സ്നേഹിക്കാനും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ പാർട്ട്ണർ കിട്ടി ഈ ഡ്രാമ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് താഴെ കമന്റിൽ പറയുക. ഇനി ഇതേപോലെ ഒരു കിടിലൻ ഡ്രാമയിൽ നമ്മൾ കാണാം.